ലവ് മാരേജ് നല്ലതാണെന്ന് പറയുന്നവർ അതിൻ്റെ തിക്താനുഭവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, അതല്ല, ഇപ്പൊ കുറച്ചും കൂടെ നല്ലത് ലിവിങ് ടുഗദറാ. ഇഷ്ടമുള്ള വ്യക്തിയെ ഇഷ്ടമുള്ള സമയം വരെ ഇഷ്ടമുള്ള കാലത്തോളം അവരോടുകൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ജീവിതകാലം മുഴുവൻ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന്. എത്ര വർഷം ആയുസുണ്ടോ അത്രയും കാലങ്ങൾ ഓരോരുത്തരെ ഉപയോഗിച്ച് കൂടുമാറി നടക്കുന്നതായ അനുഭവം ഇതിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസലോ, ഇതിലേതാണ് നല്ലത്? ഇത് ചിലരോട് ചോദിച്ചാൽ അവർ പറയും അറേഞ്ച്ഡ് മാരേജാണ് നല്ലത്. മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സഭയും ചെറുക്കനും പെണ്ണും ഒക്കെ ഒരുമിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വിവാഹമാ. എന്നാൽ ഞാൻ പറയാം, ഇത് മൂന്നും ശരിയല്ല. അറേഞ്ച്ഡ് മാരേജും ശരിയല്ല, ലവ് മാരേജും ശരിയല്ല, ലിവിങ് ടുഗദറും ശരിയല്ല. കാരണം എന്താ? വിവാഹം എന്താണെന്ന് അതിൽ കൊടുത്തിരിക്കുന്ന ശരിയായ അർത്ഥം ഒരു പുരുഷനും സ്ത്രീയും മരണം വരെ വിശുദ്ധമായ ഐക്യതയാൽ ഉളവാക്കപ്പെടുന്ന ബന്ധം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, വിശുദ്ധമായ ഐക്യതയാൽ ഉളവാക്കപ്പെടുന്ന ബന്ധത്തെയാ വിവാഹമെന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാതാപിതാക്കളും ബന്ധുജനങ്ങളും ചെറുക്കനും പെണ്ണും ഒക്കെ കണ്ട് കൊള്ളാമെന്ന് കരുതി വിവാഹം കഴിച്ച എത്രയോ വിവാഹങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണോ? അല്ല. പറയട്ടെ, ഒരു സ്ത്രീയും പുരുഷനും മരണം വരെ വിശുദ്ധമായ ഐക്യതയാൽ ഉളവാക്കപ്പെടുന്ന ബന്ധമല്ലെങ്കിൽ നിന്റെ മാരേജ് ഏതായാലും, നിന്നെ ഏത് വലിയ ശ്രേഷ്ഠന്മാരുടെ കരങ്ങളാൽ നിന്റെ വിവാഹം നടത്തിയാലും, എത്ര വിലപിടിപ്പുള്ള ധാരണ ഉപയോഗിച്ചാലും, എത്ര വിലയുള്ള മന്ത്രകോടി ഉപയോഗിച്ചാലും, എത്ര മനോഹരമായ സദ്യ നടത്തിയാലും, എന്റെ സഹോദരി സഹോദരന്മാരെ, നിന്റെ വിവാഹം പരാജയമാണ്. വിശുദ്ധമായ ഐക്യതയാൽ ഉളവാക്കപ്പെടാത്ത സകല വിവാഹങ്ങളും പരാജയമാ. ജിയോമോന്റെയും ജിപ്സിയുടെയും വിവാഹം ഇവിടെ നടക്കുന്നത്. ഞാൻ പറയട്ടെ കുഞ്ഞെ, ഇത് അറേഞ്ച്ഡ് മാരേജ് ആയാലും, പക്ഷേ വിശുദ്ധമായ ഐക്യതയാൽ ഉളവാക്കപ്പെടുന്ന ഒരു സ്നേഹബന്ധം നിങ്ങൾ രണ്ടിൽ ഉളവാകപ്പെടുന്നില്ല എങ്കിൽ വിവാഹം പരാജയമാണ്. ഇനി അതെങ്ങനെ സാധിക്കും എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വൃത്യം നേരത്തെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണമെന്നും ദൈവവൃത്തം വളരെ കാര്യമായിട്ട് പറഞ്ഞു. സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇപ്രകാരമാ, ലവ് മീൻസ് ഗിവിങ്. നൽകപ്പെടാത്ത സ്നേഹം സ്നേഹമല്ല. ഇന്ന് നൽകപ്പെടുന്ന സ്നേഹമാണെങ്കിൽ അതിനകത്തൊരു നൽകപ്പെടലുണ്ട്, അതിനകത്തൊരു കൊടുക്കുന്നതുണ്ട്. അതെന്താ? അതിന്റെ സ്നേഹം, അതിന്റെ ശരിയായ അർത്ഥം വേദപുസ്തകം പറഞ്ഞിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഒരു സ്ത്രീയെ വിളിച്ച് സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, കുടുംബത്തെ വിളിച്ച് സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, തന്റെ ഏകജാതനായ പുത്രനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകം നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ഈ സ്നേഹത്തിനകത്ത് നൽകപ്പെടലാണ് കിടക്കുന്നത്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ച്? സഭയുടെ ബലഹീനതയെ ഓർക്കാതെ സ്നേഹിച്ചു. മരണം വരെ തന്റെ ശിഷ്യന്മാരെ തനിക്കുള്ളവരെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 13:1 പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. സഭയെ സ്നേഹിച്ചത് തന്റെ രക്തം കൊടുത്ത അവസാന തുള്ളി രക്തം വരെ കൊടുത്തു.
എന്ന് പറഞ്ഞാൽ നൽകിക്കൊണ്ടാണ് യേശുവും ദൈവവും തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, ഭാര്യയുടെ ചെവിയിൽ നിന്നോട് എനിക്ക് സ്നേഹമാ, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഭർത്താവേ, നീയല്ല ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മാതൃകയനുസരിച്ച് സ്നേഹിക്കാൻ കഴിയാത്ത ഭർത്താവിനെ ഭർത്താവ് എന്ന് പറയാനായിട്ട് ഒക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ ചിദംബരം തമിഴ്നാട് സന്ദർശിക്കുന്ന വേളയിൽ ചെന്നൈയിൽ വെച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി. മുല്ലപ്പെരിയാറിന്റെ വിഷയമാ സംസാരിച്ചത്. അത് തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് സംസാരമുണ്ടായത്. അത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പ്രമുഖരായ വ്യക്തികളെല്ലാവരും അതിനെ ഇവിടെ നിഷേധിച്ചു. അതിനെതിരെ പറഞ്ഞു. അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ ചിദംബരം ഒരിക്കലും അങ്ങനെ പരാമർശം നടത്താൻ പാടില്ല. കാരണം അദ്ദേഹം തമിഴ്നാടിന്റെയോ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ മാത്രമല്ല, പകരം അത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബം എന്നത് ഒരു മഹൽ സ്ഥാപനമാണ്, ദൈവം സൃഷ്ടിച്ച മഹൽ സ്ഥാപനമാണ്. ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അതിൻ്റെ ആദ്യത്തെ ഒരു പദ്ധതിയാണ് ഏത്? വിവാഹം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടെ, നമ്മുടെ പാർലമെന്റിലും നമ്മുടെ നിയമസഭയിലും ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നതായ ഈ മന്ത്രിമാര് ഗവർണറുടെയോ പ്രസിഡന്റിന്റെയോ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അവര് മന്ത്രിമാരായിട്ട് ആരോഹണം ചെയ്യപ്പെടുമ്പോൾ അതിൽ പക്ഷപാതപരമായി സംസാരിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത സത്യപ്രതിജ്ഞയ്ക്ക് അത് വിരുദ്ധമാണ്. സത്യപ്രതിജ്ഞാ വിരുദ്ധമാണ് മന്ത്രിമാർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശ്രീമാൻ എ കെ ആന്റണി നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, എനിക്കൊന്നും പറയാനായിട്ട് കഴിയില്ല, കാരണം ഞാൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാ, ഞാൻ കേരളത്തിൻ്റെതല്ല. ശ്രദ്ധിക്കണേ, ഞാൻ ഈ കാര്യം പറഞ്ഞത് 5 വർഷത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങളുടെയോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെയോ ഗവർണറുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നതായ വ്യക്തികൾക്ക് പക്ഷപാതപരമായിട്ട് അവർ പെരുമാറിയാൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വിവാഹം നടക്കുന്നത് ഉടമ്പടി ചെയ്തുകൊണ്ടാണ്, അഥവാ ഉഭയസമ്മതം ചെയ്തുകൊണ്ടാണ്. ഒരു സത്യപ്രതിജ്ഞ ചെയ്യുക. ഈ സത്യപ്രതിജ്ഞ 5 വർഷത്തേക്കല്ല. ഈ സത്യപ്രതിജ്ഞ, ഈ ഉടമ്പടി മരണം വരെയാണ്. ഇത് ഒരു പ്രസിഡന്റിന്റെയോ ഒരു ഗവർണറിന്റെ മുൻപാകെയല്ല, ഇത് സൃഷ്ടിച്ചവനെ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെയാണ്. ദൈവത്തിന്റെ മുൻപാകെ നിന്ന് ഉഭയസമ്മതം ചെയ്ത് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവർ സ്വതന്ത്രം പറയുന്നതായ കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നീ ആ സ്ഥാനത്തിന് യോഗ്യനല്ല. ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയെ അവളെ ബലഹീനത ഓർക്കാതെ സ്നേഹിക്കാൻ കഴിയാത്ത ഭർത്താവ് ആ ഭർത്താവ് എന്ന സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന്. ഭർത്താവിനെ കീഴ്പ്പെടാൻ, ഭർത്താവിനെ അനുസരിക്കുവാൻ മനസ്സില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ നീ സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തു, നീ ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവളല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിയാൽ കൂടെ താമസിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്നതായ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന എത്ര സഹോദരന്മാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. കൽപ്പനാൽ ലംഘികളായി തീരുകയാണ്. പിതാവായ ദൈവത്താൽ സ്ഥാപിതം പുത്രനായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച നിമിഷത്തിൽ താൻ ഒരു രോഗിയെ സൗഖ്യമാക്കിക്കൊണ്ടു, ഭൂതത്തെ പുറത്താക്കിക്കൊണ്ടു, വലിയ ഉണർവ് യോഗം നടത്തിക്കൊണ്ടല്ല താൻ രംഗപ്രവേശം ചെയ്തത്. ആദാമിനോ ഹവ്വയോടും പറയുന്നത്,
നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തുവാനായിട്ട് ശ്രമിക്കും, ഭർത്താവ് ഭാര്യയെ ഭരിക്കും. ഇന്ന് പല കുടുംബങ്ങൾ നടക്കുന്ന കാര്യം എങ്ങനെയാ? ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നു, എന്നാൽ ഭർത്താവ് അത് അനുസരിക്കാതെ ഭർത്താവ് അവളെ ഭരിക്കുന്നു. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുടെ കാരണമതായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ തകരപ്പെടുവാനായിട്ട് പല കാരണങ്ങളും പല കുടുംബങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറയാൻ സമയമില്ലല്ലോ, ഒന്ന് രണ്ട് കാര്യം മാത്രം ഓർപ്പിക്കട്ടെ. യൂദായുടെ കുടുംബം എങ്ങനെയാണ് ഇല്ലാതായി തീർന്നറിയാമോ? അനന്യാസിന്റെ സഫീറയുടെ കുടുംബം തകർന്നത് എങ്ങനെയാണ്? ധനത്തിന്റെ പിന്നാലെ പോയി, ധനമോഹമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷമായി തീർന്നത്. രണ്ട് കുടുംബം തകർന്നുപോയി. വിശേഷ വസ്ത്രങ്ങളും ബാബിലോന്യ മേലംഘിക്കും വേണ്ടി അതിന്റെ പിന്നാലെ ഓടി ഗേഹസിയും ആഖാനും നഷ്ടപ്പെട്ടുപോയി. രണ്ട് കുടുംബങ്ങൾ തകർന്നുപോയി. കിട്ടുന്നത് കൊണ്ട് മുഴുവൻ ആഡംബരപൂർണമായ വസ്ത്രം മേടിച്ചു കൂട്ടാമെന്ന് നിന്റെ സഹോദരിമാരെ വിചാരിക്കരുത്, നിന്റെ കുടുംബം തകർന്നു പോവും. എന്ത് കിട്ടിയാലും കഴിക്കാമെന്നുള്ള കാര്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടി അമിത പ്രാധാന്യം കാണിക്കരുത്. ഏശാവിന്റെ കുടുംബം തകർന്നു പോയത് ഭക്ഷണത്തിന് വേണ്ടി നടന്നിട്ടാണ്. എലിമലേക്ക് മോവാബിലേക്ക് പോകേണ്ടി വന്നത് ഭക്ഷണത്തിന്റെ പിന്നാലെ നടന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനോടെല്ലാം അത്യാർത്തിയെല്ലാം മതിയാക്കി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. ഇവിടെ നടക്കുന്ന വിവാഹം കുഞ്ഞുങ്ങളെ, ഇത് ഒരു നിഴൽ മാത്രമാണ്. ഈ നിഴൽ മാത്രമായ വിവാഹത്തിന് വേണ്ടി എത്രയോ ക്രമീകരണമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ തലയുടെ മുകളിൽ വളരെ മനോഹരമായ വൈദ്യുത വിളക്കുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജും കാര്യങ്ങളും ക്രമീകരണത്തിൽ എത്രയോ ഭംഗിയായിട്ടാ നമുക്കൊരുക്കിയിരിക്കുന്ന ഭക്ഷണമോ അതതിനേക്കാൾ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിഴലായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര വലിയൊരു ക്രമീകരണം ചെയ്യുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തന്റെ കാന്തയെ ചേർക്കാൻ വരുമ്പോൾ മധ്യാകാശത്തിൽ വരുന്നവനായ യേശുവിനെ എതിരേൽക്കുവാൻ കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവം എത്ര മനോഹരമായിരിക്കും. കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിവാഹം കൂടി എന്ന് കരുതി സ്വർഗത്തിൽ പോകുകയില്ല. കുഞ്ഞാടിന്റെ കല്യാണമുണ്ട്. ആ കുഞ്ഞാടിന്റെ കാന്തയായി തീരാൻ രക്ഷിക്കപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഉയർത്തെഴുന്നേറ്റ യേശു എന്റെ രക്ഷിതാവും കർത്താവുമെന്ന് നീ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിന്റെ പാപത്തെ